സോ നെക്സ്റ്റ് നമുക്ക് ഫങ്ഷൻസിലേക്ക് പോവാം. സോ ഫങ്ഷൻസ് നമ്മളൊരു കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയാണ് ഫങ്ഷൻസ്. ഞാൻ ഇതെൻ്റെ പൈത്തൺ പ്രോഗ്രാമിങ്ങിൽ ഞാൻ പറഞ്ഞതാണ് ഫങ്ഷൻസ് എന്താണെന്നുള്ളത്. അതിൽ ഒരു റെപ്പിറ്റേഷൻ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. കൂടുതലും നിങ്ങൾ പറഞ്ഞ പൈത്തൺ ഫങ്ഷൻസിൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവും. നിങ്ങൾ ടെക്നിക്കലി ഒന്നും ചിന്തിക്കേണ്ട, നിങ്ങൾ ഇതിൻ്റെ ഈ കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞത് നമ്മൾ മാത്തമാറ്റിക്സ് പഠിച്ചൊരു ഫംഗ്ഷനാണ്. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാണ് ഫംഗ്ഷൻ്റെ നെയിം, എക്സ് എന്ന് പറഞ്ഞത് അതിൻ്റെ ആർഗ്യുമെൻ്റ് ആണ് അല്ലേ. ഫോണാണ് എഫ്, അതേപോലെ തന്നെ എൻ്റർ ചെയ്യുന്ന നമ്പേഴ്സാണ് എക്സ്. എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് എൻ്റെ ഔട്ട്പുട്ട് മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ഒരു ഫംഗ്ഷൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ് ഒരു ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ഒരു സിംഗിൾ ആക്ഷൻ ഉണ്ട്, സിംഗിൾ ടാസ്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും ഫംഗ്ഷൻ. ഒന്നുകിൽ അത് ഡയൽ ചെയ്യലായിരിക്കും, ഒന്നെങ്കിൽ അത് ഡേറ്റ പ്രോസസ്സ് ചെയ്യലായിരിക്കും, അല്ലെങ്കിൽ അഡീഷൻ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഡേറ്റ മാനിപ്പുലേഷനോ ഓപ്പറേഷൻസോ ആയിരിക്കാം. എന്നിരുന്നാൽ തന്നെയും ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുള്ളൂ. സിംഗിൾ വാല്യൂ മാത്രമേ റിട്ടേൺ ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ്റെ ഭാഗമായിട്ട് വരുന്നതിൻ്റെ ഔട്ട്പുട്ട് ഒരെണ്ണം അടിക്കും. ചിലപ്പോൾ അത് നമ്പർ ആവാം, അതല്ലെങ്കിൽ ടെക്സ്റ്റ് ആവാം, അല്ലെങ്കിൽ ലിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഡിക്ഷണറി ആവാം. എന്നിരുന്നാൽ ഏതെങ്കിലും ഒരു ഡേറ്റ സെറ്റേ ആവുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് രണ്ട് ഡേറ്റ സെറ്റ് ഒന്നും തിരിച്ചു കിട്ടത്തില്ല. അതല്ല ഫംഗ്ഷൻ്റെ ഉദ്ദേശം. ഫംഗ്ഷൻ റിട്ടേൺസ് ഓൺലി സിംഗിൾ വാല്യൂ. അപ്പോൾ എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ? ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കലാണ് അല്ലേ. നമ്മളൊരു കല്യാണം കഴിക്കാൻ തീരുമാനമെടുക്കുന്നു, വണ്ടി വാങ്ങണോ വേണ്ട തീരുമാനമെടുക്കുന്നു, നമ്മളൊരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത് വേണോ വേണ്ട യെസ് ഓർ നോ കൊടുക്കുന്നു, എഗ്രി ചെയ്യുന്നോ ഇല്ലയോ, ഇങ്ങനെയുള്ള കുറേ കണ്ടീഷൻസ് എഴുതുന്നതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ വാല്യൂ ഔട്ട്പുട്ട് എന്താണ്? ബൈനറിയാണ്. എന്ന് വെച്ചാൽ ട്രൂ, ഫോൾസ്, 0, 1, ഓൺ, ഓഫ്, ആണ്, പെണ്ണ് എന്നുള്ള സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. ട്രൂ, ഫോൾസ് അങ്ങനെയുള്ള ഈ രണ്ട് സ്റ്റേറ്റ് ഈ ബൈനറിയിലൂടെ മാത്രമേ പോകുള്ളൂ. അതിനാണ് അപ്പം എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് റിട്ടേൺ വാല്യൂ ഡിസിഷൻ്റെ ഔട്ട്പുട്ട് സ്റ്റാറ്റസ് എന്താണ്? ബൈനറി വാല്യൂസ് ആയിരിക്കും. ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. അത് നേരത്തെ പറഞ്ഞ ഫങ്ഷൻസ് ആർഗ്യുമെൻറ്റ്സ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഔട്ട്പുട്ട്സ് കിട്ടും. ഡിപ്പെൻഡ്സ് ഓൺ ദി ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ നേരത്തെ പറഞ്ഞ് ഞാൻ ബൈനറി വാല്യൂസ് ഉണ്ട്. നമ്മളുടെ ഫങ്ഷൻസ് ഒരു വാല്യൂ ഔട്ട് കൊടുക്കുന്നുള്ളൊരു ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ ഭാഗമായിട്ട്. അതേപോലെ ആ കിട്ടുന്ന വാല്യൂവിൻ്റെ ഔട്ട്കം ബൈനറി ആയിരിക്കും. 0 or 1 ആയിരിക്കും, ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. പക്ഷെ അതെങ്ങനെ കിട്ടും? ബൈനറി കിട്ടണമുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. എന്നുവെച്ചാൽ ഒരു ഓപ്പറേഷൻ നടത്തിയാൽ മാത്രമേ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ 1 എന്ന് പറഞ്ഞൊരു വാല്യൂ അവിടെ എടുത്തു വെച്ചിട്ട് കാര്യമില്ല. അതിന് സർട്ടൻ വാല്യൂ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്തിയാൽ മാത്രമേ അതിനെ ഒരു ട്രൂ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതായത് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ റിട്ടേൺ വാല്യൂ ട്രൂ ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറയുമെങ്കിലും നമുക്ക് എല്ലാ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ. ട്രൂ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടാൻ സാധാരണ ഉപയോഗിക്കാൻ പറ്റുന്നത് വെച്ചാൽ അഡീഷൻ ഓപ്പറേഷൻ നടക്കില്ല. കാരണം ഒന്നും കൂട്ടിയാൽ 2 കിട്ടുള്ളൂ. അവിടെ ട്രൂവും ഫോൾസും ഇല്ല. സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ നടക്കില്ല, ഡിവിഷൻ ഓപ്പറേഷൻ നടക്കില്ല, മൾട്ടിപ്ലിക്കേഷൻ നടക്കില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറാണ് ഇതിൻ്റെയൊക്കെ ഔട്ട്പുട്ടായിട്ട് വരുന്നത് അല്ലേ. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഓപ്പറേഷൻസ് ഒന്നും ഈ പറഞ്ഞ ഓപ്കോഡ്സിനകത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓപ്പറൻസിനകത്ത് ഈ പറഞ്ഞ ഓപ്പറേഷൻസ് നടക്കില്ല. കാരണം ഇതെല്ലാം റിട്ടേൺ ചെയ്യുന്നത് ഒരു നമ്പറാണ്. എന്ന് പറഞ്ഞാൽ ട്രൂ ഫോൾസ് കിട്ടാൻ സാധ്യതയുള്ള 2 ഓപ്പറേഷൻ ഉള്ളൂ. അത് ഒന്നെന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ ഓപ്പറേഷനാണ്. അത് ഈക്വൽ ടു ആണ്, ഗ്രേറ്റർ ദാൻ ആണ്, ലെസ് ദാൻ ആണ്, നോട്ട് ഈക്വൽ ടു ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഇത്രയും ഓപ്പറേഷൻസ് മാത്രമേ കണ്ടീഷണൽ ഓപ്പറേഷൻ നടക്കുള്ളൂ. എന്ന് വെച്ചാൽ കണ്ടീഷണൽ ഓപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ട്രൂ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുള്ളൂ. ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ തന്നെ രണ്ടാമത്തതാണ് ബൂളിയൻ ഓപ്പറേഷൻ. ബൂളിയൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 കണ്ടീഷൻസിനെ ഒന്ന് കൺകാറ്റനേറ്റ് ചെയ്യുക ആണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഓർ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ നോർ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോഴോ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ ബൂളിയൻ ഓപ്പറേറ്റർ കിട്ടുക. അതിന് സാധാരണ ഉപയോഗിക്കുന്നത് ആൻഡ്, ഓർ, നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള 3 ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, കണ്ടീഷണൽ ഓപ്പറേഷൻ്റെ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. 1 greater than 2, 2 less than 3, 2 is equal to 3, 1 is equal to 2, 1 less than or equal to 2, 1 not equal to 2. ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ ഓപ്പറേഷൻ. നമുക്കറിയാം 1 greater than 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് ശരിയാണോ തെറ്റാണോ. 2 ഉത്തരവേ ഉള്ളൂ, ട്രൂ ആണോ ഫോൾസ് ആണോ.
1 ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ, 1 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ. ഇതാണ് കണ്ടീഷൻ ഓപ്പറേഷൻ. അതുപോലെ തന്നെ ബൂളിയൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 തരമുള്ള കണ്ടീഷനുണ്ട്. ഒരു കണ്ടീഷൻ മാത്രമല്ല, 2 കണ്ടീഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നു യൂസർ നെയിം എൻ്റർ ചെയ്താൽ മാത്രം പോരാ, പാസ്വേഡും കൂടെ എൻ്റർ ചെയ്യണം. അത് പറയാണ് ഇഫ് യൂസർ നെയിം ഈസ് ഈക്വൽ ടു ദാറ്റ് ആൻഡ് പാസ്വേഡ് ഈസ് ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞാൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ലോഗിൻ നടക്കുള്ളൂ. എന്നാൽ ഓർ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ യൂസർ നെയിം അല്ലെങ്കിൽ പാസ്വേഡ് ഏതെങ്കിലും ഒന്ന് തന്നാൽ ഞങ്ങൾ ലോഗിൻ ചെയ്യാം. അതാണ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്. ഓർ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇതൊക്കെ ഞാൻ ഇലക്ട്രോണിക്സിലേക്ക് വന്ന സാധനമാണ്. എന്ന് വെച്ചാൽ ലോജിക് ഗേറ്റ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരെണ്ണത്തിൽ കറണ്ട് ഉണ്ട്, മറ്റൊരെണ്ണത്തിൽ കറണ്ട് ഉണ്ട്. എന്നാൽ 2 ലൈനുണ്ട്. ആ 2 ലൈനിലും കറണ്ട് ഉണ്ടെങ്കിൽ ഔട്ട്കം 1 ആണ്. ഇത് ഓറും ആൻഡ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആൻഡ് ഓപ്പറേഷൻസിൻ്റെയും ഉത്തരമാണ്. ഇത് എൻ്റെ പൈത്തൺ പ്രോഗ്രാമിനകത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ 0 ഒരിടത്ത് കറണ്ട് ഉണ്ട്, ഒരിടത്ത് കറണ്ട് ഇല്ലെങ്കിൽ ആൻഡ് ഓപ്പറേഷൻസിൽ വരുവാണെങ്കിൽ അത് 0 ആണ്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ആൻഡ് ഓപ്പറേഷനിൽ അത് 0 ആണ്. ഈ ഓർ കേസിൽ ഓർ ആണെങ്കിലോ അത് 1 ആണ്. ഇത് ആൻഡ് ഇത് ഓർ. അതുപോലെ നോട്ട് എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കറണ്ട് ഉണ്ട്, അപ്പുറത്ത് കറണ്ട് ഇല്ല. തിരിച്ച് ഇവിടെ കറണ്ട് ഉണ്ട്, ഇപ്പുറത്ത് കറണ്ട് ഇല്ല എങ്കിൽ ആൻഡ് ഓപ്പറേഷൻ ആണെങ്കിൽ 0, ഇപ്പുറത്ത് 1, രണ്ട് സെയിം ആണ്. രണ്ടിടത്തും കറണ്ട് ഇല്ലെങ്കിലോ ഇതും 0, ഇതും 0. എന്ന് വെച്ചാൽ 2 ഇൻപുട്ട്സ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 ഔട്ട്കം കിട്ടാം. എന്ന് വെച്ചാൽ 2 എന്ന് പറഞ്ഞാൽ 4 ഔട്ട്കംസ് കിട്ടാം. അപ്പോൾ അതിൽ 2 ഔട്ട്കം എന്ന് പറഞ്ഞാൽ 0 ആണ്. ഒന്ന് ഔട്ട്കം 1 ആണ്, മറ്റേ 0 ആണ്. ബാക്കിയുള്ളതിനകത്ത് ഡിപ്പെൻഡ്സ് ഓൺ ദി കണ്ടീഷൻ, ഇറ്റ് മേ വേരി. നോട്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണോ റിസൾട്ട് കിട്ടിയത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് വേർഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ നോട്ട്, ഇപ്പം ഞാൻ കാണിച്ചിട്ടാണ്, നോട്ട് ഓഫ് നമ്മളുടെ ഈ 1 വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. എന്ന് വെച്ചാൽ ഫോൾസ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പം ട്രൂ എന്ന് പറഞ്ഞാൽ 1ഉം ഫോൾസ് എന്ന് പറഞ്ഞാൽ 0യും. സിമ്പിളാണ് സാധനം. അപ്പം നോട്ടെന്ന് പറഞ്ഞാൽ നെഗേഷനാണ്. എന്ന് വെച്ചാൽ 0 ആണെങ്കിൽ 1 ആണെങ്കിൽ 0. നിങ്ങൾക്ക് കിട്ടിയ ഉത്തരത്തെ തിരിക്കണം, ഫ്ലിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടെന്ന് പറഞ്ഞ കണ്ടീഷൻ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ലോജിക് കേസിൻ്റെ കേസ്. എന്ന് പറയുമ്പോൾ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് വെച്ച് ചെയ്യുന്ന ഏതൊരു ഓപ്പറേഷൻ്റെയും ഉത്തരം ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ട്രൂ ആണെങ്കിൽ ഫോൾസ് ആണെങ്കിലോ നിങ്ങൾക്കൊരു സർട്ടൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. എന്ന് വെച്ചാൽ ഇത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നടക്കട്ടെ. ഫോൾസ് ആണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പ്രോഗ്രാമിങ്ങിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പൈത്തൺ പ്രോഗ്രാമിൽ എഴുതുന്നൊരു കണ്ടീഷനാണ് ഇഫ് 1 greater than 2 print എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതത്തില്ലേ, 1 is greater. അതല്ലെങ്കിലോ എൽ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലോ, എന്ന് വെച്ചാൽ അത് ട്രൂ അല്ലെങ്കിലോ, എൽസ് ആണെങ്കിലോ പ്രിൻറ്റ് ഇറ്റ്സ് ലെസ്. അപ്പോൾ ഞാനിത് റൺ ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ലെസ് എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ 1 എന്ന് പറഞ്ഞ കണ്ടീഷൻ ചെറുതാണ്, 2ലേക്കാൾ ചെറുതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് പറയുകയാണ് നിങ്ങൾക്ക് ഒരു കണ്ടീഷൻ മാത്രമല്ല മൾട്ടിപ്പിൾ കണ്ടീഷൻ വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും എഴുതേണ്ടത് എൽഇഫ് എന്ന് പറഞ്ഞ വേറെ കണ്ടീഷൻ ഉണ്ട്. എൽഇഫ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കണ്ടീഷൻ നിങ്ങൾ എഴുതി കൊടുക്കണം. എന്താണ് നിങ്ങളുടെ രണ്ടാമത്തെ കണ്ടീഷൻ? ആ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 1 greater than 0 പ്രിൻറ്റ് 1 is greater than 0. അപ്പോൾ ഞാൻ ഇതിവിടെ റൺ ചെയ്യാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ മീറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഇവിടുത്തെ കണ്ടീഷൻ മീറ്റ് ചെയ്തില്ല, ഇത് ഫോൾസായി അല്ലേ, ഫസ്റ്റ് കണ്ടീഷൻ മീറ്റ് ചെയ്തില്ല. സോ ദേ ആർ ഗോയിങ് ടു ദ സെക്കൻഡ് കണ്ടീഷൻ എൽഇഫ് 1 greater than 0 എന്ന് വെച്ചാൽ 1 0യെക്കാട്ട് വലുതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് 1 is greater than 0. അപ്പോൾ ഇവിടെയും ഞാൻ കണ്ടീഷൻ തെറ്റിച്ച് കൊടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെസ് കിട്ടും. കാരണം വെച്ചാൽ ഈ 2 കണ്ടീഷനും മീറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യണം, അവസാനത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ഫോൾ ബാക്ക്, ഇതിനെയാണ് ഞാൻ വിളിക്കുന്നത് ഫോൾ ബാക്ക് എന്ന് പറഞ്ഞത്. ഫോൾ ബാക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഉത്തരവും കിട്ടിയില്ല, സിസ്റ്റം ക്രാഷ് ആയതിന് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് തിരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
ഫോൾ ബാക്ക് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. എന്ന് വെച്ചാൽ അവസാനത്തെ ആർഗ്യുമെൻറ്റ് എപ്പോഴും ഫോൾ ബാക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ആദ്യത്തെ കണ്ടീഷൻ എപ്പോഴും ഒരു ചെക്ക് ആയിരിക്കും. എന്ന് വെച്ചാൽ കണ്ടീഷനോ അല്ലെങ്കിൽ ബൂളിയൻ ചെക്കോ ആയിരിക്കാം. ഓക്കെ, ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ബൂളിയൻ ഓപ്പറേറ്റേഴ്സിൻ്റെ കാര്യം പറയാനുള്ള കാരണം ഈ പറഞ്ഞ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതലാണ്. അതിൽ എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറഞ്ഞു ഒരു ഫോർമുലയും ഫംഗ്ഷൻ നമ്മൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഫോർമുല ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് എൻ ഈക്വൽ സൈൻ. എ ഫോർമുല കണ്ടെയ്ൻസ് എ ഫംഗ്ഷൻ ഓർ എ നമ്പർ ഓർ എനി അതർ ഇക്വേഷൻസ് സംതിങ്. എന്ന് വെച്ചാൽ ഈക്വൽ സൈൻ വെച്ച് തുടങ്ങി ഫോർമുലയാണ്. അപ്പോൾ ഞാൻ പറയുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട് കണ്ടോ. ചെക്ക് വെദർ എ കണ്ടീഷൻ ഈസ് മെറ്റ് ആൻഡ് റിട്ടേൺ വൺ വാല്യൂ ഇഫ് ട്രൂ ആൻഡ് അനദർ വാല്യൂ ഇഫ് ഫോൾസ്. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പറയും ആദ്യത്തെ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോജിക്കൽ ടെസ്റ്റാണ്. ലോജിക്കൽ ടെസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ ഇപ്പോൾ ലോജിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് തരുന്ന ഏതൊരു കാര്യത്തിനെയും ലോജിക്കൽ എന്ന് വിളിക്കാം. ഇറ്റ് ഗിവ്സ് ബൈനറി ഔട്ട്പുട്ട്. ബൈനറി ഔട്ട്പുട്ട് വരുന്ന ഏതൊരു കാര്യത്തെയും നമ്മൾ ഈ പറഞ്ഞ പോലെ ലോജിക്കൽ എന്ന് വിളിക്കും. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ എഴുതുകയാണ് ഈക്വൽ ടു ഇഫ് ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ലോജിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ 1 > 2 എന്ന് പറയുന്നത് ഒരു ലോജിക്കൽ ടെസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് പറയുന്നു കോമ സെപ്പറേറ്റഡ് വാല്യൂ ആണ്, ഞാൻ കോമ ഇട്ട് കൊടുത്തു. അപ്പോൾ പറയുന്നു രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ്, അതായത് ഒരു ഞാൻ പറഞ്ഞു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർഗ്യുമെൻ്റ് ആണ്. അതിൽ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു ഒരു ആർഗ്യുമെൻ്റ് എടുക്കുന്ന ഫംഗ്ഷൻസ് ഉണ്ട്, 2 ആർഗ്യുമെൻറ്റ്സ് എടുക്കുന്ന ഫംഗ്ഷൻ ഉണ്ട്, 3 ആർഗ്യുമെൻറ്റ്സ് എടുക്കുന്നുണ്ട്, മെനി ആർഗ്യുമെൻറ്റ്സ് എടുക്കുന്നുണ്ട്. എന്നിപ്പോൾ സം എന്ന് പറഞ്ഞതൊക്കെ എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ആർഗ്യുമെൻ്റ് എങ്കിലും എടുക്കും. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ആർഗ്യുമെൻറ്റ്സ് കൊടുക്കാം, പ്രശ്നമില്ല. അപ്പോൾ എന്നാൽ ഇഫിൻ്റെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞു 1 > 2 എന്ന് പറഞ്ഞു. കോമ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് പറഞ്ഞാൽ ട്രൂ ആയി കഴിഞ്ഞാൽ, അതായത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വാട്ട് ഇഫ് ദിസ് ഇസ് ട്രൂ? അപ്പോൾ പറയുന്നു 1 ഈസ് ഗ്രേറ്റർ എന്ന് കൊടുക്കണം. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഞാൻ ഇത് തന്നെ കോപ്പി ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ പറയുന്നു കോട്ട്സിലിട്ട് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ അതൊരു സ്ട്രിങ് ആണ്, കാരണം അതിൻ്റെ അകത്ത് സ്പേസ് ഒക്കെ വരാം. അപ്പം പറയുന്നു വാട്ട് ഇഫ് ഇറ്റ് ഇസ് ട്രൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, ഫോൾസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ്റെ സിൻറ്റാക്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൻറ്റാക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിയമം എങ്ങനെ എഴുതണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഫ് എന്ന് പറഞ്ഞൊരു കീവേഡ് ഉണ്ടാവും, ബ്രാക്കറ്റ് ഉണ്ടാവും, അതിനകത്ത് എന്ത് ചെയ്യണം, നിങ്ങളുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യത്തെ നിങ്ങളുടെ കണ്ടീഷൻ എഴുതുക. നേരത്തെ പറഞ്ഞാൽ ലോജിക്കൽ ടെസ്റ്റ് എഴുതുക. ആ ലോജിക്കൽ ടെസ്റ്റ് പാസ്സാകുവാണെങ്കിൽ, അതായത് ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് റൺ ചെയ്യുന്നതെങ്കിൽ ട്രൂ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയും. അതല്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് ഫോൾസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം മറ്റൊരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. എന്ന് വെച്ചാൽ ഇഫ് ടേക്സ് അറ്റ് മാക്സിമം 3 ആർഗ്യുമെൻറ്റ്സ്, 3 ആർഗ്യുമെൻറ്റ്സ് എടുക്കും ഇഫ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത് ഒന്ന് ലോജിക്കൽ ടെസ്റ്റാണ്. നേരത്തെ പറഞ്ഞ ട്രൂ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊരു കാര്യത്തിന് ലോജിക്കൽ ടെസ്റ്റ് വിളിക്കാം. ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നു. ഈ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ എന്ത് വേണം, ടെസ്റ്റ് പാസ്സായില്ലെങ്കിൽ എന്ത് ചെയ്യണം. ഇപ്പം ഞാൻ ഈ കണ്ടീഷൻ എഴുതുന്നില്ല, സിംഗിൾ കണ്ടീഷൻ മാത്രമേ എഴുതുന്നുള്ളൂ. പാസ്സാണെങ്കിൽ 1 ഈസ് ഗ്രേറ്റർ എന്ന് പറയണം, അല്ലെങ്കിൽ ഇത് ലെസ് ആണെന്ന് പറയണം. അപ്പം ഞാൻ ഇവിടെ വീണ്ടും പറഞ്ഞു കൊടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, F2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റായി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ വീണ്ടും ഒരു കോമ സെപ്പറേറ്റ് വാല്യൂ ഉണ്ട് 3. വാട്ട് ഇഫ് ഇറ്റ് ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞു ലെസ് എന്ന് ടൈപ്പ് ചെയ്യണം, പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ പറഞ്ഞു ലെസ് എന്ന് പ്രിൻറ്റ് ചെയ്തു, കാരണം ഇത് ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഞാനിത് ട്രൂ ആക്കി നോക്കുകയാണ്. ട്രൂ ആണെങ്കിൽ എന്തായിരിക്കും, >0 ആക്കി കൊടുത്തു. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ 1 ഈസ് ഗ്രേറ്റർ. എന്ന് വെച്ചാൽ അവിടെ കണ്ടീഷൻ നടന്നു. കണ്ടീഷൻ എന്ന് വെച്ചാൽ 1 ഈസ് >0 ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ എന്ത് സ്റ്റേറ്റ്മെൻറ്റ്, ഫോൾസ് ആണെങ്കിൽ എന്ത് സ്റ്റേറ്റ്മെൻറ്റ്, സിമ്പിൾ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഞാനൊരു ഇൻസ്റ്റാഗ്രാമിനെ എക്സാമ്പിൾ എടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ടേബിളാണെന്ന് വെച്ചോ, യൂസർ ടേബിളാണെന്ന് വെച്ചോ. ആ യൂസർ ടേബിളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ ടേബിൾ കേട്ടോ. ഇതാണ് ഡേറ്റ സെറ്റ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയുന്നു യൂസറിനൊരു യൂസർ ഐ ഡി ഉണ്ട്, അയാൾക്ക് ഫസ്റ്റ് നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട്, അയാൾ പോസ്റ്റ് ചെയ്തതിന് പോസ്റ്റിനൊരു ഐ ഡി ഉണ്ട്,
അയാൾക്ക് കിട്ടിയ ലൈക്സ് ഉണ്ട്, ഓരോ പോസ്റ്റിനും കിട്ടിയ ലൈക്സ് ഉണ്ട്, ഓരോ പോസ്റ്റിനും കിട്ടിയ കമൻസ് ഉണ്ട്, ഷെയർ ഉണ്ട്, റീപോസ്റ്റ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തുടക്കത്തിൽ കിട്ടിയ ഡേറ്റ. ഇതിനെയാണ് റോ ഡേറ്റ എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ വാട്ട് യു ആർ ഗെറ്റിംഗ് അറ്റ് ദ ബിഗിനിങ്. നിങ്ങളുടെ കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫസ്റ്റ് ഡേറ്റ ഏതാണോ അതിനെയാണ് റോ ഡേറ്റ എന്ന് വിളിക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് വലിയ പ്രയോജനമൊന്നുമില്ല. അത് കഴിഞ്ഞ് വരുന്നതാണ് ഇൻസൈറ്റ്സ്. രണ്ടാമത്തെ ഡേറ്റ സെറ്റ്സ് ആണ് ഇൻസൈറ്റ്സ്. നിങ്ങൾക്ക് കിട്ടിയ ഡേറ്റയിൽ നിന്ന് നിങ്ങൾ എങ്ങനെ ഇൻസൈറ്റ്സ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഡേറ്റ എങ്ങനെ നിങ്ങൾ അനലൈസ് ചെയ്യുന്നു, അതാണ് പ്രോസസ്ഡ് ഡേറ്റ. അതാണ് എൻ്റെ ഇവിടുന്ന് I മുതൽ M വരെയുള്ള ഡേറ്റ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഡേറ്റയാണ്. എന്ന് വെച്ചാൽ ഇത് ഞാൻ കസ്റ്റമറിൽ നിന്ന് വാങ്ങിച്ചതല്ല, കസ്റ്റമർ തന്ന ഡേറ്റയിൽ നിന്ന് ഞാൻ പ്രോസസ്സ് ചെയ്തെടുത്ത ഡേറ്റയാണ് പറഞ്ഞ ബാക്കിയുള്ള ഭാഗം. അപ്പോൾ ഇത് H വരെ റോ ഡേറ്റ, I മുതൽ പ്രോസസ് ഡേറ്റ. അപ്പോൾ ഞാൻ ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയത് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാനൊന്ന് റീഡബിൾ ആക്കട്ടെ. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയതും അതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഇഫ് എന്ന് പറഞ്ഞ കീവേഡ് ഉണ്ട്, അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഒരു ബ്രാക്കറ്റ് ഇട്ടു. ആ ബ്രാക്കറ്റ് തീരുന്ന ഇവിടെയാണ്. അതിനുശേഷം അതിനകത്തുള്ള ആർഗ്യുമെൻറ്റ്സ് വായിച്ചു നോക്കാം. ദിസ് ഈസ് എ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ആർഗ്യുമെൻറ്റ് മറ്റൊരു ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് ഞാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് മൂന്നാമത്തും ഒരു ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് കഴിഞ്ഞ് നാലാമത്തെ ഒരു സ്ട്രിങ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നേരത്തെ ഞാൻ പറഞ്ഞത് ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ഒരു ലോജിക്കൽ ടെസ്റ്റ് ഉണ്ടാവണം, അതിനുശേഷം ഒരു ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്, അല്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. നെസ്റ്റഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എ ഫങ്ഷൻ വിത്തിൻ എ ഫങ്ഷൻ. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ മറ്റൊരു ഫംഗ്ഷൻ എഴുതുമ്പോഴാണ് ഈ പറഞ്ഞ നെസ്റ്റഡ് ഫംഗ്ഷൻ ഉണ്ടാവുക. ഉദാഹരണം, ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് പറയുന്നു, ഞാൻ ആ എക്സാമ്പിളിലേക്ക് പോകുന്നില്ല, ഈക്വൽ ടു അടിക്കുന്നു, ഇഫ് അടിക്കുന്നു, അതിനുശേഷം പറയുന്നു സം ഓഫ് 1,2 ഒരു ഫംഗ്ഷൻ ആയല്ലോ, ശരിയല്ലേ? കാരണം ഇഫിൻ്റെ ബ്രാക്കറ്റ് തുടങ്ങി, അതിനുശേഷം ഞാൻ പിന്നീട് എഴുതിയത് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ലോജിക്കൽ ടെസ്റ്റ് അല്ല. അതിനുശേഷം പറയുന്നു സം ആണ് ഞാൻ എടുത്തത്. സമ്മിൻ്റെ എന്ത് ചെയ്യണം, സം ഈസ് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ എന്താണ് പറയേണ്ടത്? ഞാൻ പറയുന്നു സം ഈസ് ഗ്രേറ്റർ ദാൻ 2. അങ്ങനെ ഫോൾസ് ആണെങ്കിലോ ദാറ്റ്സ് വെരി ലെസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു വാല്യൂയും പാസ് ചെയ്തിട്ടില്ല. പാസ് ചെയ്ത് എവിടെയാണ്? ഞാൻ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് കൊടുത്തത്. എന്ന് വെച്ചാൽ നിങ്ങൾ എക്സിക്യൂഷൻ സമയത്ത് എടുത്ത ഡേറ്റ എന്ന് പറഞ്ഞത് നിങ്ങൾ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്തതാണ്. എന്ന് വെച്ചാൽ ഞാനിവിടെ നേരിട്ട് എന്ത് ചെയ്യാൻ, എനിക്ക് നേരിട്ട് കൊടുക്കാം. 3 എന്ന് പറഞ്ഞ് നേരിട്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അത് നിങ്ങൾ ഡേറ്റ ഫീഡ് ചെയ്യലാവും. നിങ്ങളുടെ ക്ലയൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആസ് എ ക്ലയൻറ്റ് യൂസർ ഫംഗ്ഷനോട് നിങ്ങൾ എടുക്കാൻ പറയുന്ന ഡേറ്റ നിങ്ങൾ കൊടുക്കുന്ന പോലെ ആയിരിക്കും. പക്ഷേ വാട്ട് ഇഫ് ഇറ്റ് ഹാസ് ടു കം ഫ്രം ദി ഇൻപുട്ട്? നിങ്ങളുടെ സിസ്റ്റം വഴി വരുന്ന ഡേറ്റയുടെ അനാലിസിസ് ആണ് സമ്മേഷൻ ചെയ്യേണ്ടെങ്കിലോ അവിടെയാണ് നിങ്ങൾ ഇത് പറഞ്ഞത് പാരാമെട്രൈസ് ചെയ്ത് ഉപയോഗിക്കേണ്ട കാര്യമാണത്. അവിടെയാണ് പറഞ്ഞ നെസ്റ്റഡ് ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ്റെ ഭാഗമായി വരുന്ന റിസൾട്ട്, എപ്പോഴും ഞാൻ പറഞ്ഞു ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ്റെ റിസൾട്ട് ഒന്നേ ഉണ്ടാവുള്ളൂ. അത് ചിലപ്പോൾ നമ്പർ ആവാം, ടെക്സ്റ്റ് ആവാം, ബൂളിയൻ ആവാം, ലിസ്റ്റ് ആവാം, ഡിക്ഷണറി ആവാം, എന്തും ആവാം. ഏതെങ്കിലും ഒരു ഡേറ്റ ടൈപ്പ് ഉണ്ടാവുള്ളൂ. ആ ഡേറ്റ ടൈപ്പ് നിങ്ങൾക്ക് വേറൊരു എക്സിക്യൂഷൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഉദാഹരണം, നമ്മൾ നേരത്തെ പഠിച്ചു മാക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. മാക്സ് എന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ടുള്ള അറേ എന്ന് വിളിച്ചത് ലിസ്റ്റാണ്. അറേയിൽ 3 നമ്പർ ഉണ്ട്. അതിൻ്റെ മാക്സ് വാല്യൂ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 3 എടുക്കും. എന്ന് വെച്ചാൽ 1, 2, 3 എന്നതിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാണെന്നുള്ളതാണ് മാക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നോക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? 3 എന്ന് റിസൾട്ട് കൊടുത്തു. ഓക്കെ, അപ്പം ഞാനിവിടെ പറയാണ് ഇഫ് മാക്സ് ഓഫ്, നേരത്തെ ഞാൻ പറഞ്ഞു നമുക്ക് സെൽ റെഫറൻസ് കൊടുക്കാൻ പറ്റും, മറ്റൊരു റെഫറൻസിനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യാം. സെൽ റെഫറൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വേരിയബിളാണ്. നിങ്ങൾ ആ വേരിയബിളിനകത്തുള്ള വാല്യൂവിനെയാണ് കോൾ ചെയ്യുന്നത്, അല്ലേ? അപ്പം ഞാനിവിടെ പറയുന്നു മാക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ അകത്തേക്ക് ഞാൻ എന്ത് ചെയ്തു? ഈ പറഞ്ഞ ലൈക്സിൻ്റെ ഒരു ലൈക്കല്ല ഞാൻ കൊടുക്കുന്നത്, അതിൻ്റെ അറയാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ലിസ്റ്റ് ഓഫ് ഡേറ്റയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ റേഞ്ച് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറയുന്നു
ടേബിൾ 2-നകത്ത് ലൈക്സ് എന്ന് പറഞ്ഞ കോളം മുഴുവൻ ഇനി എടുത്തേക്കുവാണ്. അതിനകത്തുള്ള മാക്സ് വാല്യൂ കാണാൻ പറയുന്നു. ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ എഴുതാണ്. അപ്പോൾ ഇവിടെ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സ് ഫംഗ്ഷൻ ഞാൻ വേണേൽ ആദ്യം തന്നെ ചെയ്ത് കൊടുക്കാം. മാക്സ് ഫംഗ്ഷൻ എടുക്കുന്നു, അതിനുശേഷം ലൈക്സ് എടുക്കുന്നു, ഞാൻ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ എന്താട്ടെ 250 എന്ന് പറഞ്ഞ വാല്യൂ എനിക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടി അല്ലേ? കാരണം ഇതിനകത്ത് മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 250 ഏറ്റവും വലിയ വാല്യൂ. അപ്പോൾ മാക്സിമം വാല്യൂ 250 കിട്ടി അല്ലേ? അപ്പോൾ പറയാണ് മാക്സിമം വാല്യൂൻ്റെ എക്സിക്യൂഷൻ്റെ റിസൾട്ട് എന്തും ആയിക്കോട്ടെ, നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല, അത് ഇത്ര നമ്പറോ ഒന്നും വേണ്ട. ആ വാല്യൂ നിങ്ങൾ പിന്നെ പറഞ്ഞു കൊടുക്കണം, വേണേൽ കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഗ്രേറ്റർ ദാൻ 200 ആണെങ്കിൽ നിങ്ങൾക്ക് വേണേൽ പറയാം പോസ്റ്റ് ഈസ് വൈറൽ. എന്നുവെച്ചാൽ 200 ലൈക്സിൽ മുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പോസ്റ്റ് വൈറലാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നൊരു കണ്ടീഷൻ വേണം പറയാം. അപ്പോൾ പറയുന്നു പോസ്റ്റ് ഈസ് വൈറൽ. അപ്പോൾ പറയാണ് നമുക്ക് ഈ പറഞ്ഞ മാക്സിമം വാല്യൂ 300 ആണെങ്കിലോ ഗ്രേറ്റർ ദാൻ. പിന്നെ നമ്മൾ എല്ലാവരുടെയും ലൈക്ക് കിട്ടുന്നുണ്ട്, 200 കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ വീണ്ടും ബെഞ്ച് മാർക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. 300 ആണ്. അങ്ങനെ എന്നിട്ട് ട്രൂ ആണെങ്കിൽ പോസ്റ്റ് ഈസ് വൈറൽ, അല്ലെങ്കിൽ എന്ത് വേണം പോസ്റ്റ് ഈസ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇപ്പോഴത്തെ കേസിൽ എന്ത് പോസ്റ്റ് സ്റ്റാൻഡേർഡാണെന്ന് പറഞ്ഞു. നമ്മളിട്ട പോസ്റ്റിന് സാധാരണ വരുന്ന ആ ഒരു വ്യൂവർഷിപ്പേ ഉള്ളൂ. എന്നാൽ പറഞ്ഞ ത്രഷോൾഡ് കഴിഞ്ഞു പോയില്ല. 300 എന്ന് പറഞ്ഞാൽ ത്രഷോൾഡ് കഴിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ത്രഷോൾഡും സെറ്റ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുന്നു, ഇവിടെ നമ്മൾ പറയുന്നു അടുത്ത് ഞാനൊരു കോളം ഉണ്ടാക്കുകയാണ്. ഇവിടെ ആ കോളത്തിൽ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ത്രഷോൾഡ് എന്ന് പറഞ്ഞിട്ട് കോളം ഉണ്ടാക്കി. അവിടെ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് 300 ആണ് എൻ്റെ ത്രഷോൾഡ്. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും എൻ്റെ ഫംഗ്ഷനിലേക്ക് വരുന്നു. ഞാനിവിടെ പാരാമെട്രൈസ് ചെയ്ത് കൊടുത്തില്ല, ഞാനിവിടെ ഹാർഡ് കോഡ് ചെയ്ത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ എപ്പോഴാണോ ത്രഷോൾഡ് മാറുന്നത്, ആ ത്രഷോൾഡ് മാറുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും ഒന്നും ഇവിടെ മാറ്റി കൊടുക്കണ്ട. പക്ഷേ നിങ്ങൾ കോൺഫിഗറേഷൻ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ഫംഗ്ഷനാലിറ്റിയിൽ മാറ്റം വരുത്തണ്ട, നിങ്ങളുടെ ഡേറ്റയിൽ മാറ്റം വരുത്തിയാൽ മതി. ആ ഡേറ്റ എങ്ങനെ വരണം? നിങ്ങളുടെ സെൽ റെഫറൻസ് വഴി, അതായത് വേരിയബിളിലുള്ള മാറ്റം വന്നാൽ മതി. അത് ഒരു കോൺഫിഗറേഷൻ ഫയലിൽ നിന്നാവാം. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇത് ഞാൻ പാരാമെട്രൈസ് കൊടുത്ത് പറയുകയാണ് N2, അതാണ് എൻ്റെ സെൽ നമ്പർ. 300 എന്ന് പറഞ്ഞാൽ N2 ആണ്. അറിയാമല്ലോ, കോളം, സെല്ല്, ഹെഡർ, റോ. അപ്പോൾ ഞാൻ പറഞ്ഞ 300 വരെ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് N2. എൻ്റെ ഓട്ടോമാറ്റിക് റെഫർ ചെയ്തുണ്ടോ റെഡ്. അപ്പോൾ പറഞ്ഞ പോസ്റ്റ് സ്റ്റാൻഡേർഡ് ഇവിടെ ഞാൻ മാറ്റി കൊടുക്കും. ഇനി എനിക്ക് എന്താ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞ ഫംഗ്ഷൻ പോയി ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലാവോ? എനിക്ക് പറഞ്ഞ ഫംഗ്ഷനകത്ത് എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒരു മാറ്റം വരുത്തി ഏതെങ്കിലും ഒരു കോമയോ എല്ലാം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നമാകും. അതുകൊണ്ട് നിങ്ങൾ ഫംഗ്ഷനെ തൊടണ്ട, കീപ്പ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. നിങ്ങൾ പറയാണ് ഇവിടെ ഞാൻ പറഞ്ഞെടുക്കാം 500. നമ്പർ ഓഫ്, അപ്പോൾ ഇപ്പോഴും 280 എന്നുള്ളത് 500 മുകളിലല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കുറച്ചിട്ട് പറയുകയാണ് 100 എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ പറയുന്നത് പോസ്റ്റ് ഇസ് വൈറൽ. 500 ആക്കുമ്പോഴോ പോസ്റ്റ് സ്റ്റാൻഡേർഡ്. എന്ന് വെച്ചാൽ ഇതിനെ പാരാമെട്രൈസ് ചെയ്തു. എന്ന് വെച്ചാൽ നിങ്ങളൊരു വാല്യൂ പോലും ഇപ്പോൾ ഫംഗ്ഷനകത്തൊന്നുമില്ല, എല്ലാം ഫുള്ളി പാരാമെട്രൈസ്ഡ് ആണ്. ഇതെവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. കാരണം നിങ്ങൾക്ക് ഒരു വാല്യൂ പോലും നിങ്ങൾ ഹാർഡ് കോഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് മറ്റേതിലേക്ക് തിരിച്ചു വരാം. ഇഫ് കണ്ടീഷൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇഫ് എന്ന് പറഞ്ഞത് ഒരു ഫംഗ്ഷനാണ്. അതിനകത്ത് 3 ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവണം. ഒന്നെന്ന് പറഞ്ഞത് വേണമെങ്കിൽ ഇതിനൊരു ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുക്കാം. എന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞ് ഈ കണ്ടീഷൻ ചെക്ക് എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന എന്താണോ അതിനെ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ 3ാമത്തെ ആർഗ്യുമെൻറ്റ് ഞാൻ പറയുന്നു തേർഡ് ആർഗ്യുമെൻറ്റ് ഈസ് ഈക്വൽ ടു നോർമൽ. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്താണ്? ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ കണ്ടീഷനാണ്. കാരണം ഒരു കണ്ടീഷൻ ചെക്കാണല്ലോ. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് മുഴുവൻ മുറിച്ച് കളഞ്ഞാലും ഒരു പ്രശ്നമില്ല. അതായത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലും കുഴപ്പമില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ ചെക്കായി, ട്രൂ സ്റ്റേറ്റ്മെൻറ്റായി, ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റായി. പിന്നെ എവിടെ എന്താണ് പ്രശ്നം പിന്നീട് വന്നതാണ് ഈ പറഞ്ഞ പിന്നീട് ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എ കണ്ടീഷൻ വിത്തിൻ അനദർ കണ്ടീഷൻ. അതായത് ഈ പറഞ്ഞ പോലെ നമുക്ക് നെസ്റ്റഡ് കണ്ടീഷൻസ് വന്നു. ഇത് നെസ്റ്റഡ് എന്ന് പറയുന്നില്ല, ഇതൊരു കണ്ടീഷൻ വിത്തിൻ എ കണ്ടീഷൻ. വേറെ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് വന്നു. അതിലൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ 4 എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വാല്യൂ 1 ഗ്രേറ്റർ ദാൻ 200 ആണെങ്കിൽ വൈറൽ എന്ന് വിളിക്കണം. ഈ പറഞ്ഞ 1 ഗ്രേറ്റർ ദാൻ 150 ആണെങ്കിൽ ട്രെൻഡിങ് എന്ന് വിളിക്കണം. 100 എന്ന് വിളിക്കണം. പോപ്പുലർ എന്ന് വിളിക്കണം. എന്തും ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ 4 കണ്ടീഷൻ ഉണ്ട്. ആ 4 കണ്ടീഷൻ എഴുതിയപ്പോഴും നിങ്ങൾ എന്ത് ചെയ്തു? ഓരോ തവണയും ഇഫ് എന്ന് എഴുതി കൊടുത്തു. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് 3 ആർഗ്യുമെൻറ്റ്സേ നിർബന്ധമായിട്ടും വേണ്ടുള്ളൂ. അതിൽ 2 നിർബന്ധമായിട്ടും ഉണ്ട്. ഒന്ന് പറഞ്ഞ ഡിഫോൾട്ട് വാല്യൂ ആണ്.
അപ്പം ഇങ്ങനെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കണ്ടീഷനുള്ളവ മാത്രം എഴുതുന്ന സാധനമാണ് ഇഫ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. അതുകൊണ്ട് ഇഫ് എഴുതുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി പോകണം, ഇഫ് എന്ന് എഴുതിക്കൊണ്ട് പോകണം. അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇഫ്സ് എന്ന് പറഞ്ഞ സാധനം. എന്ന് വെച്ചാൽ ഇഫ് ഓഫ് സംതിങ് എഫ് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ ഇഫ്സ്, അതായത് 1, 2 മറ്റുള്ള 2 ഫംഗ്ഷനോട് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും ഇഫ് എന്ന് എഴുതണ്ട. പകരം എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പറഞ്ഞ കണ്ടീഷൻ എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ E4 = 200. അപ്പോൾ ഒരു കണ്ടീഷനായി. ആ കണ്ടീഷൻ ആയി കഴിഞ്ഞാൽ എന്ത് ട്രൂ കൊടുക്കണം, അത് നമ്മൾ റെസ്പോൺസ് വാല്യൂ കൊടുക്കുന്നു. ആ കണ്ടീഷൻ്റെ ചെക്ക് നടത്തി. അതിനുശേഷം നിങ്ങൾക്ക് രണ്ടാമത്തെ ചെക്ക് വരുന്നു, E4 = greater than 150. അതും കൊടുത്തു. അതിൻ്റെ ശേഷം എന്താ, നിങ്ങൾ അതിൻ്റെ ട്രൂ വാല്യൂ അത് കറക്റ്റ് ആവുകയാണെങ്കിൽ എന്ത് കൊടുക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം മൂന്നാമത്തെ, അതായത് ഇതിനെ മുഴുവൻ നിങ്ങൾ 1ഉം 2ഉം ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് എടുക്കുന്നു. ഇതിനെ നിങ്ങൾ ഒഴിവാക്കുന്നു. ഇത് ഈ കണ്ടീഷൻ ഫോൾസ് ആകുവാണെങ്കിൽ മാത്രമാണ് ഇതിലേക്ക് പോകുന്നത്. മൂന്നാമത്തെ കണ്ടീഷൻ എടുക്കുന്നു, E4 greater than 100 പറഞ്ഞു കൊടുക്കുന്നു, കോമ ഇട്ടിട്ട് പറഞ്ഞു കൊടുക്കുന്നു. 100 ആ ഒരു കണ്ടീഷൻ ട്രൂ ആവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് പോപ്പുലർ ആണെന്ന് പറഞ്ഞു കൊടുക്കണം. അതുമല്ലെങ്കിൽ, അതായത് ഒരു കണ്ടീഷനും മീറ്റ് ചെയ്തില്ലെങ്കിൽ എൽ സ്റ്റേറ്റ്മെൻറ്റ് റൺ ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ എന്താ, ഇത് നോർമലാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് ഇവിടുന്ന് കോപ്പിയാണ്. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫിന് പകരം ഇഫ്സ് എന്ന് എഴുതി, അത്രമാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഞാൻ ഈക്വൽ ടു സൈൻ ഇട്ട് കൊടുക്കുന്നു, കാരണം അതൊരു ഫോർമുലയാണ്. സോ കോപ്പി, ഞാൻ ഇതിലേക്ക് വരുന്നു. അതിനുശേഷം ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ E4 എന്ന് പറഞ്ഞ റോ എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ ഇതാണ്. വെച്ചാൽ 250 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ആണ് ലൈക്സ്. അപ്പോൾ ഇതിനെ ഇക്വേറ്റ് ചെയ്യുന്നത്രേ ഉള്ളൂ. ലൈക്കിൻ്റെ ബേസിസിലാണ് നമ്മളൊരു പോസ്റ്റിൽ ട്രെൻഡിങ് ആണോ നോൺ ട്രെൻഡിങ് ആണോ എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഇവിടുത്തെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ലൈക്ക് വെച്ചിട്ടാണ് ഞാൻ കൗണ്ട് ചെയ്തേക്കുന്നത്. ലൈക്ക് ഇത് ഒരു ത്രഷോൾഡിന് മുകളിൽ പോകുകയാണെങ്കിൽ നിങ്ങളുടെ ട്രെൻഡിങ് ആണെന്ന് പറയാം. അപ്പോൾ ഞാനത് റൺ ചെയ്യുന്നു. So too many arguments. സോറി, അതിനകത്തൊരു ട്രൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്ന് മാർക്ക്. എന്ന് വെച്ചാൽ എവിടെയാണ് എറർ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം പറഞ്ഞു ഒരു കണ്ടീഷൻ എഴുതി, ആ കണ്ടീഷൻ ആണെങ്കിൽ ട്രൂ പറയണം. ഇതും കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, ഇവിടെ ഞാൻ പറഞ്ഞാൽ അവസാനത്തെ സ്റ്റെപ്പിൽ, അതായത് ഇഫും ഇഫ്സും നമ്മൾ വ്യത്യാസത്തിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഫോൾസ്, അതായത് ഫോൾ ബാക്ക് കണ്ടീഷൻ എഴുതുന്നുണ്ടെങ്കിൽ ഈസ് മേക്ക് ഷുവർ യുവർ ലോജിക്കൽ ടെസ്റ്റ് ഈസ് ഓൾവേസ് ട്രൂ. അതായത് നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടില്ലേ, വൈൽ ട്രൂ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിട്ടുണ്ട്. വൈൽ ട്രൂ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളത് ആ പ്രോസസ്സ് ലോങ് റണ്ണിങ് ആയിരിക്കും. എന്ന് വെച്ചാൽ അത് സ്റ്റോപ്പ് ചെയ്യത്തില്ല, എപ്പോഴും ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിരിക്കും. എന്ന് പറഞ്ഞ പോലെ നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നു, നമ്മൾ ഇവിടെ തന്നെ നമ്മൾ മനഃപൂർവ്വം പറഞ്ഞു കൊടുക്കുകയാണ് ഇത് ട്രൂ ആണ് എന്ന് വെച്ചാൽ. ഇവിടെ ഞാൻ പറഞ്ഞു ട്രൂ ആണെങ്കിൽ മാത്രം ഇത് റൺ ചെയ്താൽ മതി, ഇത് ട്രൂ ആണെങ്കിൽ മാത്രം. ഫോൾ ബാക്കിലേക്ക് വരുമ്പോൾ, അതായത് ഞാൻ ഫോൾ ബാക്ക് കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ഫോൾ ബാക്ക് കൊടുക്കുന്നില്ല, ഞാൻ ഈ നോർമൽ അങ്ങ് ക്യാൻസൽ ചെയ്യാണ്. അപ്പോൾ നമ്മളുടെ കേസിൽ ഫോൾ ബാക്ക് ഇല്ല, എന്ന് വെച്ചാൽ ട്രൂ ആണെങ്കിൽ മാത്രം, എൽസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല. അപ്പോൾ വൈറലാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് ഈ പറഞ്ഞു കൊടുത്ത പോലെ എന്താ മാറ്റം വരുത്തണ്ടേ, 150, 200 അല്ലേ. അപ്പോൾ ഞാൻ ഇതിൽ ഒരു 50 കൊടുത്ത് നോക്കാം. ഇതുണ്ടോ, നോട്ട് ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞിട്ടുള്ള എറർ വന്നു. എന്ന് വെച്ചാൽ ഇതൊരു എററൊന്നുമല്ല. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങളുടെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും, അതായത് 50 എന്ന് പറഞ്ഞ ലൈക്സ് 200 കൂടുതലല്ല, 150 കൂടുതലല്ല, 100 കൂടുതലല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻ വരുന്ന സാഹചര്യത്തിൽ എന്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു കണ്ടീഷൻ ട്രൂ അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൽ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല, എൽ സ്റ്റേറ്റ്മെൻറ്റ് റൺ ചെയ്യണ്ടേ. ആ എൽ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാത്തതിൻ്റെ പേരിലാണ് സിസ്റ്റം പറയുന്നത് ഇവിടെ വാല്യൂ ഇല്ല, അതെനിക്ക് പ്ലേസ് ഹോൾഡറായിട്ട് വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് എന്ത് ചെയ്യും, നോട്ട് ആപ്ലിക്കബിൾ എന്ന എററാണ്. ഇത് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നോട്ട് ഇംപ്ലിമെൻറ്റഡ് എററാണ്. അപ്പോൾ ഇവിടെ പരിഹരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സിസ്റ്റത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി ഇതൊന്നും റൺ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഓൾറെഡി ഉണ്ട്, അതിന് സിസ്റ്റം അതിന് പ്രത്യേകിച്ച് കണ്ടീഷനൊന്നുമില്ല, ഞാൻ തന്നെ പറയുകയാണ് അത് ട്രൂ ആണ്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഇത് നോർമലാണ്. കണ്ടോ, എന്നുവെച്ചാൽ നിങ്ങളുടെ കണ്ടീഷൻ എപ്പോഴാണോ ട്രൂ ആവുന്നത്, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് റൺ ചെയ്യും. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൾ ബാക്ക്
എന്താണോ ഫോൾ ബാക്ക്, ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ഫോൾ ബാക്ക്. ട്രൂ എന്ന് പറഞ്ഞത് നിങ്ങൾ വേറൊരു കണ്ടീഷൻ എഴുതുന്നത്, അത് 1 > 2 എന്ന് കണ്ടീഷൻ എഴുതുന്നതിനെക്കാട്ടി നല്ലത്. ഈ ട്രൂന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൂ ആവുന്ന കണ്ടീഷൻ എന്താണ്, 1 = 1 എന്ന് പറഞ്ഞാൽ ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ശരിയല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു, അത് റൺ ചെയ്യുന്നു. അപ്പോൾ ഞാനിവിടെ വീണ്ടും ഞാൻ മാറ്റി കൊടുക്കുന്നു, ഈ 450 മാറ്റുന്നു, നോർമൽ. കാരണം എന്ന് വെച്ചാൽ 1 = 1 എന്ന് പറഞ്ഞാൽ ഓൾവേസ് ട്രൂ ആണ്. അതിന് പകരമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന സാധനമാണ് നമ്മൾ ഒരു സിസ്റ്റം ഒരു നമ്പറിനെ ബേസ് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ട്രൂ എന്ന്. ഓക്കെ, അപ്പോൾ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്, ബൂളിയൻ ഓപ്പറേറ്റേഴ്സ്, നെസ്റ്റഡ് ഫംഗ്ഷൻസ് ആൻഡ് എക്സിക്യൂഷൻ ഓർഡർ. അപ്പോൾ ഇതിൻ്റെ എക്സിക്യൂഷൻ ഓർഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്താണോ വർക്ക് ചെയ്യുന്നത്, ഫസ്റ്റ് കണ്ടീഷൻ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് അവിടെ വെച്ച് എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് തരുന്നു. അതും ഫെയിൽ ആവുകയാണെങ്കിൽ രണ്ടാമത്തെ എക്സിക്യൂഷനിലേക്ക് പോകുന്നു, അവിടെയും സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നീട് മൂന്നാമത്തെ, ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആദ്യം ഫംഗ്ഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്, ആ ഫംഗ്ഷൻ്റെ ബേസിസിലായിരിക്കും അടുത്തത് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടോ നോക്കട്ടെ. സമ്മിഫിലേക്ക് നമുക്ക് നാളെ വരാം. അടുത്താണ് സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ. നമ്മളുടെ പ്രോഗ്രാമിങ്ങിൽ കേസ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, കേസ് എക്സ് ഇൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും 1 ആണെങ്കിൽ പ്രിൻ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന കണ്ടീഷൻ ഉണ്ട്. 2 ആണെങ്കിൽ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. 3 ആണെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യണം എന്ന് വെച്ചാൽ എക്സിലിൻ്റെ വാല്യൂ, ഫോർ എക്സാമ്പിൾ ഒരു ലിസ്റ്റ് ആയിരിക്കും, ആ ലിസ്റ്റിൽ നിന്ന് കിട്ടുന്ന വാല്യൂസിനെ എക്സിലേക്ക് പ്ലേസ് ചെയ്യുന്നു. എക്സിൻ്റെ വേരിയബിൾ എന്ന് വെച്ചാൽ ഇവിടുത്തെ വേരിയബിൾ ഒന്നേ ഉള്ളൂ, അല്ലേ? ഇൻ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഓൺലി 1 വേരിയബിൾ, അല്ലേ? ഒരു വേരിയബിൾ ഉള്ളൂ, ആ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്ന വാല്യൂ, അസൈൻഡ് വാല്യൂസ് ആർ ഇക്വേറ്റഡ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് = 1 ആണെങ്കിൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് റൺ ചെയ്യണം, പ്രിൻ്റ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് റൺ ചെയ്യണം. അതല്ല എക്സ് = 2 ആണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റൺ ചെയ്യണം. എന്ന് വെച്ചാൽ ഇതിൻ്റെ കോമൺ എലമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈക്വൽ സൈൻ അസൈൻമെൻറ്റ് ഓപ്പറേഷൻ മാത്രമേ നടക്കുള്ളൂ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത്. മനസ്സിലാകുന്നുണ്ടോ? എന്ന് വെച്ചാൽ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ എപ്പോഴും ഈ പറഞ്ഞ അസൈൻമെൻറ്റ് ഓപ്പറേഷൻ ഈക്വൽ സൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, അതൊന്നും നടക്കത്തില്ല. അവിടെ ആൻഡ് ഓപ്പറേഷൻ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ സ്വിച്ച് കേസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വെച്ചാൽ സ്വിച്ച് എന്ന് പറഞ്ഞിട്ടൊരു കീവേഡ് ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിനകത്തൊരു വേരിയബിൾ ഉണ്ടാവും. ഓക്കെ, ആ വേരിയബിളിൻ്റെ വാല്യൂ ഇക്വേറ്റ് ചെയ്യുന്ന അപ്പുറത്തെ സൈഡിലൊരു വാല്യൂ ഉണ്ടല്ലോ, അതിനൊരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ ഈക്വൽ ആണെങ്കിൽ ഒരു ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു വാല്യൂ ഉണ്ടാവും, ഒരു ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ എഴുതുന്നൊരു ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. ഇതാണ് മറ്റേതിൻ്റെ പോലെ തന്നെ ഉത്തരം. പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം ഇതെന്ന് വെച്ചാൽ സിംഗിൾ വേരിയബിൾ ആയിരിക്കും, അതിനെ ഇക്വേറ്റ് ചെയ്യലായിരിക്കും. മറ്റേ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ സിമ്പിൾസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഈക്വൽ സൈൻ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്, പക്ഷേ സിംഗിൾ വേരിയബിൾ ഉള്ളെങ്കിൽ യു ക്യാൻ യൂസ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. മറ്റേ അതല്ല നിങ്ങൾക്ക് ഗ്രേറ്റർ ദാൻ കമ്പാരിസൺ ഓപ്പറേഷൻ നടത്തുന്നതെങ്കിൽ എപ്പോഴും നിങ്ങൾ ഇഫിലേക്ക് പോവുക. അതല്ല ഈക്വൽ സൈൻ ഓപ്പറേഷൻ ആണെങ്കിൽ നിങ്ങൾ സ്വിച്ചിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് C2, അതായത് കൊമൻസിൻ്റെ സെക്ഷൻ പറയുന്നു. അതിനകത്ത് കൊമൻസിൻ്റെ സെക്ഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമൻസ് C2 അല്ലെങ്കിൽ C കോളത്തിലുള്ള ഏതാണോ C അല്ലായിരുന്നു, F ആയിരുന്നു. ഞാൻ എൻ്റെ തെറ്റിയെന്ന് തോന്നുന്നു, F2 ആണത്. അതായത് എഫിനകത്തുള്ള വാല്യൂ 15 എന്ന് പറഞ്ഞ വാല്യൂ 0 ആണെങ്കിൽ, ഓഫ് കോഴ്സ് 0 അല്ല, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നോ കമൻസ് എന്ന് പറയണം. 1 ആണെങ്കിൽ ഫ്യൂ കമൻസ് എന്ന് പറയും. 5 ആണെങ്കിൽ സം കമൻസ് എന്ന് പറയും. അതൊന്നും അല്ലെങ്കിൽ മെനി കമൻസ്. അതായത് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഇല്ല, തെറ്റിപ്പോയതാണ്. അതിനകത്തുള്ളതെന്ന് വെച്ചാൽ ഫോൾ ബാക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതിന് ഈ പറഞ്ഞ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമില്ല, ട്രൂ എന്ന് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് എഴുതിയാൽ മതി എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ കേസിലാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു, ഈ പറഞ്ഞ എഫ് ഇതിനകത്ത് വരുന്ന വാല്യൂ എന്തായാലും അതിനനുസരിച്ച് മാറണം, അല്ലേ? അപ്പോൾ ഇവിടെ കേസ് എന്ന് പറഞ്ഞിട്ട് മെനി കമൻസ് ഉണ്ട്. കമൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഈ പറഞ്ഞ പോലെ ഇക്വേറ്റ് ചെയ്യും, വാല്യൂസ് കിട്ടുന്നില്ല.
അപ്പോൾ ഞാനിവിടെ പറഞ്ഞു കൊടുക്കുകയാണ് 0 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നോ കമൻസ് പറയും. കാരണം വെച്ചാൽ എന്താണ്, F2-നകത്ത് 0 ആണെങ്കിൽ അതിൻ്റെ ഉത്തരവത്തിലുള്ളൂ. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ F2 = 0 ആണെങ്കിൽ നോ കമൻസ്. നമുക്ക് അടുത്ത ഒരെണ്ണം ചെയ്ത് നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലി ഒരെണ്ണം ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു ഡേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം O2 അല്ലേ, നമ്മുടെ വേരിയബിൾ O2 ആണ്. അപ്പോൾ O2ലേക്ക് ഞാൻ വേരിയബിൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് സ്വിച്ച് ഫംഗ്ഷനാണ്. അപ്പോൾ ബ്രാക്കറ്റ് വേണം, നിർബന്ധമാണ്. അപ്പോൾ ഞാൻ പറയുന്നു ഫസ്റ്റത്തെ എക്സ്പ്രഷൻ എന്താണ്, എൻ്റെ എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു O2ലുള്ള വാല്യൂ ആണ് എൻ്റെ വേരിയബിൾ. സോ വി നീഡ് ടു ചെക്ക് അഗെയിൻസ്റ്റ് ദാറ്റ്. അതിനകത്ത് എന്താണോ വരുന്നത് അതാണ് എനിക്ക് ഇക്വേറ്റ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു കൊടുക്കുന്നു കോമ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കൊടുക്കാം കേട്ടോ. ഞാൻ പാരാമെട്രൈസ് ചെയ്യുന്ന രീതിയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ O2ൽ എന്ത് വാല്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, അവിടെ 1 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് പറയാം 1 = 1 ആണോ, 1 = 2 ആണോ എന്നൊക്കെ നോക്കുന്ന ചെക്ക്. പക്ഷേ നമുക്ക് വേണ്ടത് പാരാമെട്രൈസ് ആണ്. എപ്പോഴും ഈ പറഞ്ഞ സാധനം റൺ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞത് O2ൽ എന്തോ ഒരു വാല്യൂ വരാനുണ്ട്, അതൊരു വേരിയബിളാണ്. ആ വേരിയബിളിനെ ഇക്വേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു ഈക്വൽ സൈൻ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറയുന്നത് O2ലുള്ള വരുന്ന വാല്യൂ മൺഡേ ആണെങ്കിൽ, MON ആണെങ്കിൽ എന്ത് ചെയ്യണം, വർക്ക് ഡേ എന്ന് പ്രിൻറ്റ് ചെയ്യണം. എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് രണ്ടാമത്തെ കണ്ടീഷൻ, അത് ട്യൂസ്ഡേ ആണെങ്കിലോ TUS ആണെന്നുണ്ടെങ്കിലോ അപ്പോഴും ഞാൻ പറയുന്നു അത് വർക്ക് ഡേ ആണ്. മൂന്നാമത്തെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു അത് WED ആണെങ്കിലോ അപ്പോഴും പറയുന്നു അത് വർക്ക് ഡേ ആണ്. അപ്പോൾ ഞാൻ മൂന്നെണ്ണേ കൊടുക്കുന്നുള്ളൂ. അതിന് ശേഷം പറയാണ് ഇതൊന്നും അല്ലെങ്കിലോ, സോറി ഇത് വർക്ക് ഡേ എന്ന് പറയുമ്പോൾ അതിനെ സ്ട്രിങ്ങിഫൈ ചെയ്യണം. വർക്ക് ഡേ ആണ്. അതൊന്നും അല്ലെങ്കിലോ അതൊരു ഓഫ് ഡേ ആണ്. അപ്പോൾ നമ്മളുടെ സിറ്റുവേഷനിൽ 3 വർക്കിംഗ് ഡേ മാത്രമേ ഉള്ളൂ, മൺഡേ, ട്യൂസ്ഡേ ആൻഡ് വെൻസ്ഡേ. അത് O2ൽ വരുന്ന വാല്യൂ അനുസരിച്ച് മാറും. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ അല്ലേ. കാരണം ഇപ്പം നമുക്കറിയാം ഓഫ് ഡേ ആണ്, കാരണം ഇവിടെ ഒന്നുമില്ല, ഡേയുടെ സാഹചര്യത്തിൽ ഒന്നുമില്ല. ഞാനിവിടെ വേണമെങ്കിൽ പറയുകയാണ് സൺഡേ ആണ് കൊടുക്കുന്നത്. നത്തിങ് ഹാപ്പൻഡ്. അത് കളർ കോഡ് ചെയ്യാം, പിന്നെ പെട്ടെന്ന് മനസ്സിലാവും. അതിനുശേഷം ഞാൻ പറയുന്നു മൺഡേ ആണ്, വർക്ക് ഡേ ആയി. വെൻസ്ഡേ ആണ്, വർക്ക് ഡേ ആണ്. സാറ്റർഡേ ആണ്, ഓഫ് ഡേ ആയി. ട്യൂസ്ഡേ ആണ്, വർക്ക് ചെയ്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇക്വേറ്റ് ചെയ്തപ്പോൾ TUS ഇല്ല. കാരണം ഞാൻ പറഞ്ഞില്ല ഈക്വൽ സൈൻ ആണ്. ഈക്വൽ സൈൻ ആണെങ്കിൽ നിങ്ങൾ അതേപോലെ തന്നെ കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ട്രിങ് അസൈൻമെൻറ്റ് ഓപ്പറേഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അസൈൻമെൻറ്റ് ഓപ്പറേഷൻ അവിടെ എന്ന് വെച്ചാൽ A = B, Monday = Monday, Tuesday = Tuesday, Monday ആണെങ്കിലോ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഓഫ് ഡേ എന്ന് പ്രിൻ്റ് ചെയ്യണം. ശരിയല്ലേ? ഇതാണ് ശരിക്കും പറഞ്ഞ ആ കണ്ടീഷൻ. ഇത് പറയാൻ തന്നെ ഒരുപാട് സമയം എടുത്തു. പറഞ്ഞ ഇഫ്സ് സ്വിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ഇഫ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ മാത്രമുള്ള ഉപയോഗിക്കുകയാണ്. ഇഫ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ എൽസ് ഇഫ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇഫ്സ് ഉപയോഗിക്കാം റാദർ ദാൻ റൈറ്റിംഗ് നെസ്റ്റഡ് ഫംഗ്ഷൻസ്. നെസ്റ്റഡ് ഫംഗ്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. നെസ്റ്റഡ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഫംഗ്ഷൻ വിത്തിൻ എ ഫംഗ്ഷൻ, അതിൻ്റെ എക്സിക്യൂഷൻ ഓർഡറും ആദ്യത്തെ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ കണ്ടീഷൻ ഫസ്റ്റ് കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് അടുത്ത ഫംഗ്ഷൻസിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നത്. അവസാനം പറഞ്ഞ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത് അസൈൻമെൻറ്റ് ഓപ്പറേഷനാണ്. ഈക്വൽ സൈനുള്ള ഏതെങ്കിലും വേരിയബിളിനെ നിങ്ങൾക്ക് ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ മാത്രം ഉപയോഗിക്കുന്നതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അത് ഈ പറഞ്ഞ പോലെ മൺഡേ, ട്യൂസ്ഡേ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ പറഞ്ഞത്. അതൊക്കെയാണ് ഉപയോഗപ്പെടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പാരിസൺ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. സോ നെക്സ്റ്റ് വണ്ണിൽ നമുക്ക് അഗ്രിഗേഷൻ നോക്കാം. എങ്ങനെയാണ് അഗ്രിഗേറ്റഡ് സമ്മും ആവറേജ് കൊടുക്കുന്നത്, എന്താണ് റേഞ്ച് എന്ന് നോക്കാം. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഇറങ്ങിക്കൊണ്ട് ഓരോന്ന് നമുക്ക് യൂസ് കേസായിട്ട് നോക്കി പോകാം. പിന്നെ ഞാൻ പറയാനുള്ളത് എപ്പോഴും എക്സൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഫങ്ഷൻസ് പഠിക്കൽ തന്നെയാണ്. ആ ഫങ്ഷൻസിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയാണ്, ആർഗ്യുമെൻറ്റ്സ് എന്താണ് ഒരു ആർഗ്യുമെൻറ്റ്, എന്താണ് ഒരു ഫംഗ്ഷൻ്റെ റിട്ടേൺ വാല്യൂ, എന്താണ് ബൂളിയൻ അഗ്രിഗേഷൻ, ബൂളിയൻ എന്താണ് ഡിസിഷൻ മേക്കിംഗ്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയിപ്പം ലുക്ക് ഫംഗ്ഷൻസിലൊക്കെ വരുമ്പോഴൊക്കെ ഏകദേശം മനസ്സിലാവുന്ന സാധനം തന്നെ. എന്ന് വെച്ചാൽ ഫംഗ്ഷൻസാണ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ടത്. അപ്പം ഫംഗ്ഷൻസിനെ കുറിച്ച് ഒട്ടും അറിയില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ പറഞ്ഞ പൈത്തൺ ഫംഗ്ഷൻസിൻ്റെ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വന്നാൽ മതി. കാരണം ഫംഗ്ഷൻസ് വളരെ സിമ്പിളാണ്. ഓക്കെ.
സോ താങ്ക് യു വെരി മച്ച് ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം.